നമസ്കാരം. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിപ്പ് തുടർന്ന് മാതാവ് ഫാത്തിമയും കുടുംബവും. അബ്ദുൾ റഹീമിന് ഇനി 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന റഹീമിന്റെ ശിക്ഷ 20 വർഷം തടവായി കുറച്ചു. റഹീം ഇതിനോടകം 19 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2026 ഡിസംബറിൽ റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകും. 34 കോടി രൂപ ദയാധനം നൽകിയതിനെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കിയായിരുന്നു. സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്നതായിരുന്നു റഹീമിന് ശിക്ഷ ലഭിക്കാൻ കാരണം. 20 വർഷം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ മാതാവ് ഫാത്തിമയും പ്രതികരണവുമായി രംഗത്ത് വന്നു. അബ്ദുൾ റഹീം കേസിൽ നിർണായകമായ വിധിയാണ് ഇന്നുണ്ടായത്. സ്വന്തം മകനെ കണ്ടാലേ ആശ്വാസമാകൂ എന്നും മരിക്കും മുമ്പേ റഹീമിനെ കാണണമെന്നും ഉമ്മ ഫാത്തിമ പറഞ്ഞു. കഴിഞ്ഞ വർഷം സൗദി ജയിലിലെത്തി അബ്ദുൾ റഹീമിനെ ഉമ്മ നേരിൽ കണ്ടിരുന്നു. അരമണിക്കൂറോളം അന്ന് സംസാരിക്കാനും കഴിഞ്ഞു. മകനെ കാണാൻ ദിവസങ്ങൾക്ക് മുൻപ് ഉമ്മയും ബന്ധുക്കളും ജയിലിലെത്തിയിരുന്നെങ്കിലും റഹീം കാണാൻ നിൽക്കാതെ മടക്കി അയക്കുകയായിരുന്നു. മക്കയിലെത്തി ഉംറ നിർവഹിച്ച ശേഷമാണ് ഫാത്തിമ മകനെ കാണാൻ റിയാദ് ജയിലിലെത്തിയത്. റഹീം കാണാൻ മനസ്സ് കാണിക്കണേ എന്ന പ്രാർത്ഥന ഫലം കണ്ടു. ആറ്റുനോറ്റിരുന്ന 18 വർഷത്തിനൊടുവിലാണ് ഉമ്മയും മകനും പരസ്പരം കണ്ടത്. അതേസമയം വിധി ആശ്വാസകരമാണെന്ന് നിയമസഹായ സമിതി പറഞ്ഞു. 1 വർഷത്തിനകം ജയിൽ മോചനമുണ്ടാകും. വിധി പകർപ്പ് വന്നാൽ മാത്രമേ ബാക്കി വിവരം ലഭിക്കൂ. സുപ്രീം കോടതിയിൽ പോയി വിധി സ്റ്റാമ്പ് ചെയ്തു വരണം. അതിന് 1 മാസം സമയമെടുക്കും. പൊതു അവകാശ പ്രകാരം 20 വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. റിയാദ് ക്രിമിനൽ കോടതിയിൽ ഇന്ന് രാവിലെ 9:30 നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത്. ഇതുവരെ അനുഭവിച്ച തടവ് കാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിനുശേഷം ജയിൽ മോചനമുണ്ടാകും. 2026 ഡിസംബറിൽ കേസിന് 20 വർഷം തികയും. റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം 19-ാം വർഷത്തിലാണിപ്പോൾ.